പ്രതിപക്ഷ എംപിമാരും ബിജെപി പ്രതിനിധി അനൂപ് ആന്റണിയും ഛത്തീസ്ഗഡിൽ. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നിന്ന് പ്രതിഷേധ റാലി. തൃശൂർ കോർപ്പറേഷനിലെ നികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ വാദപ്രതിവാദം. കോർപ്പറേഷൻ ഭരണസമിതി തന്നെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ചേലക്കരയിൽ ഓടുന്ന ബസ്സിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്ക്. പൈങ്കുളം സ്വദേശിനി സുശീലയാണ് ബസ്സിൽ നിന്ന് വീണ പരിക്കേറ്റത്. സ്ഥിരം അപകട മേഖലയായി പഴമ്പാലക്കോട് കൂട്ടുപാത ജംഗ്ഷൻ. കൂടുതൽ സിഗ്നൽ ലൈറ്റുകളും മുൻകരുതൽ ബോർഡുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡ് സംഭവത്തിൽ ജില്ലയിലും വ്യാപക പ്രതിഷേധം തുടരുന്നു. ഇന്ന് വൈകിട്ട് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തും. പുത്തൻപള്ളിയിൽ നിന്നും പ്രതിഷേധ റാലിയായാണ് വിശ്വാസികൾ പൊതുയോഗത്തിനെത്തുക. AIYF, നാഷണൽ ലീഗ്, വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളും പ്രതിഷേധ പ്രകടനം നടത്തും. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ജില്ലയിലെ അരമനകൾ തോറും കേക്കുമായി പോയ BJP നേതാക്കൾക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തൃശൂർ DCCയിൽ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് റാലിയിൽ മുൻ സർക്കാരിനെ മതപരിവർത്തന സർക്കാരെന്ന് ആക്ഷേപിച്ചതിൽ നിന്നുണ്ടായ പ്രചോദനമാണ് കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ഉൾപ്പെടെ വഴിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. 2024 ആണ്ടിൽ ഈ തൃശൂരിലുണ്ടായ BJPയുടെ വിജയം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ്. ഇനി ഈ ജില്ലയിൽ BJP ജയിക്കുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് ഇത്. കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിശക്തമായി സംഘടിപ്പിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാക്കിയ ലീഡർ ശ്രീ K. കരുണാകരൻ എന്ന കേരളത്തിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ മതേതര മനസ്സിനുടമയായ നേതാവിന്റെ മണ്ണാണ്. ആ മതേതര മനസ്സുള്ള നേതാവിനോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, അദ്ദേഹത്തോടുള്ള അന്തിമോപചാരമാണ് ഈ ജില്ലയിലെ അത്തരത്തിലുള്ള BJPയുടെ വേദികളെ ഉന്മൂലനം ചെയ്ത് അവിടെയൊക്കെ മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മടക്കിക്കൊണ്ടുവരികയായിരുന്നു. ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത തടങ്കലിൽ വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ചർച്ച് യൂണിറ്റ് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ റാലി ഡയറക്ടർ ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അലൂഷ്യസ് കുറ്റിക്കാട് അധ്യക്ഷത വഹിച്ചു. ഡീക്കൻ നോബിൾ ഐനിക്കൽ, കൈക്കാരന്മാരായ ഗിൽറോയ് ചീനപ്പള്ളി, ലിറ്റോ ദേവസി, സെക്രട്ടറി ഷാജു വാഴപ്പറമ്പൻ, ട്രഷറർ റാഫി പാലിയേക്കര തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലടച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് AICC സെക്രട്ടറി അനിൽ അക്കര ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്കു നേരെയുണ്ടായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സിജു പാവർട്ടി, കോൺഗ്രസ് നേതാക്കളായ NA നൌഷാദ്, OJ ഷാജൻ, ആന്റോ ലിജോ, സുബിരാജ് തോമസ്, പ്രസാദ് വാഗ, സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാരും രാജ്യത്തെ മതേതര സ്വഭാവത്തിലുള്ള മുഴുവൻ ആളുകളും സംഘപരിവാറിൻ്റെയും ബജരംഗദളിൻ്റെയും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെയും നടപടിയെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും കന്യാസ്ത്രീ മഠങ്ങളും പള്ളികളും കയറി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിയത് ആ ആട്ടിൻ തോലിട്ട ചെന്നായിയാണോ സുരേഷ് ഗോപി എന്നുകൂടി തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നടന്നു പോകുന്നത്. അതുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേരളത്തിൽ ജനിച്ച് കന്യാസ്ത്രീമാരായി അവിടെ ഛത്തീസ്ഗഡിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീമാരെ ജയിലിലടച്ച വിഷയത്തിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നിലപാട്.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KJ ജോജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കളിയങ്കര, സ്റ്റാൻലോ ജോർജ്, KN രാജൻ, വർഗീസ് തെക്കേതല, സിൻഡോ പയ്യപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ വസ്തുനികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധി കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വേദിയായി. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിച്ച് വസ്തുനികുതി നിരക്ക് സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം പത്രപരസ്യം ചെയ്യുമെന്ന വിഷയമാണ് യോഗത്തിൽ അജണ്ടയായി വന്നത്. ഹൈക്കോടതി വിധി കോർപ്പറേഷൻ ഭരണത്തിനുണ്ടായ തിരിച്ചടിയാണെന്നും 250 കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഇടത് ഭരണത്തിനാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഭരണപക്ഷം തന്നെ വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ചൂടേറിയ ചർച്ചകൾക്ക് ഇന്ന് കൌൺസിൽ യോഗം വേദിയായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് കഴിഞ്ഞ ഭരണസമിതി, അതായത് മുൻ ഭരണസമിതി, UDF-ന്റെ മുൻ ഭരണസമിതി, 10 വർഷം മുൻപുള്ള UDF-ന്റെ മുൻ ഭരണസമിതിയുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള നികുതി സംബന്ധിച്ചിട്ടുള്ള പിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്ക് ഇടവരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷൻ കൗൺസിൽ ഇത്തരത്തിലുള്ള ഒരു അജണ്ട വന്നത്. കാരണം ജനങ്ങളിൽ വലിയ രീതിയിൽ നികുതി ഭാരം ചുമത്തുന്നതായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതിയുടെ തീരുമാനം എന്നത്. കാരണം കഴിഞ്ഞ, അതായത് സർക്കാർ ഉത്തരവിന് മുൻപേ, സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷം അതിനും പിന്നോട്ട് 3 വർഷക്കാലം പഴക്കമുള്ള നികുതി അടക്കം വരെ ഗഡുക്കളായി വലിയ തുകകളടക്കം പിരിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കോർപ്പറേഷൻ കടന്നിരുന്നു. ഇതിനെതിരെ അന്ന് പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരികയുണ്ടായി. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ കോർപ്പറേഷൻ നികുതി പിരിവ് തുടർന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. ഇതിന്മേലുള്ള പരാതിയായി 170-ൽ പരം ആളുകൾ ഇതിനെതിരെ വ്യക്തിപരമായി കോടതിയെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇത് കോർപ്പറേഷന് തിരിച്ചടിയായി വന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള നികുതി പിരിവ് നിർത്തിവെക്കാനും ഇതിലെ അന്നത്തെ, അതായത് രാജൻ ജെ പല്ലൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ മേയർ ആയിരുന്ന കാലത്ത് ഉണ്ടായ ഒരു പത്രപരസ്യം നൽകുന്നത്, അതായത് നികുതി പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രപരസ്യം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്നാണ് ഇത്തരത്തിൽ കോർപ്പറേഷന് വലിയ രീതിയിൽ ഒരു നഷ്ടം, കോടികളുടെ നഷ്ടം ഉണ്ടായത് എന്നെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരുന്നു. കാരണം തനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും തന്നെ വ്യക്തിപരമായി വേട്ടയാടുകയുമാണ് CPM നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ LDF ഭരണസമിതി എന്നാണ് രാജൻ ജെ പല്ലന്റെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണം. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. അതിന് ആരാണ് ഇതിൽ യഥാർത്ഥ തെറ്റുകാരെ എന്ന് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന് ലോക്കൽ ഓഡിറ്ററെ വെച്ചിട്ടുകൊണ്ട് വ്യക്തമായ അന്വേഷണം വേണം. തുടർ നടപടികൾ അതിന്മേൽ വേണം. എന്നാൽ കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ കൃത്യമായി അപ്പീൽ നൽകുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അപ്പീൽ നൽകിയാൽ ഇത് സംബന്ധിച്ച് ജനങ്ങളിലേക്ക് വീണ്ടും നികുതി ഭാരം എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു. അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന കാര്യം, അതായത് ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു. ഈ ബാധ്യത, ഈ കോടികൾ നഷ്ടം വരുത്തിയെന്നുള്ള ബാധ്യത താൻ ഏറ്റെടുക്കുന്നു. എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാടില്ല, ജനങ്ങൾക്ക് അധിക നികുതി ഭാരം ഏർപ്പെടുത്താൻ കഴിയില്ല. ഒപ്പം തന്നെ ഇതിനെ കൃത്യമായ ഓഡിറ്റ് നടത്തി ഇതിലെ ആരാണ് കുറ്റക്കാർ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയും വേണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് വോട്ടിനിട്ട് നടപ്പിലാക്കണമെന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത്. എന്നാൽ 2 മണിക്കൂറിലധികമാണ് ഈ ഒരു ആദ്യ അജണ്ടയിന്മേലുള്ള ചർച്ച നടന്നത്. കാരണം ജനങ്ങളെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷം തങ്ങളുടെ സ്റ്റാൻഡിലും ഭരണപക്ഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട്. അതായത് പിന്നീട് വന്ന, അതായത് അവസാന കാലഘട്ടത്തിൽ രാജൻ ജെ പല്ലൻ മേയറായിരുന്ന കാലത്ത് 2014 അവസാന കാലഘട്ടത്തിൽ കേവലം 3 മാസം മാത്രമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. പിന്നീട് ഇലക്ഷൻ വരികയാണ്. അതിന് തൊട്ട് മുമ്പ് ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്കും അതുപോലെ തന്നെ RIക്കും
ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കൈമാറുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള ചുമതല ഈ നികുതി പിരിവ് സംബന്ധിച്ച് നടപ്പിലാക്കേണ്ടത് അവരായിരുന്നു, ഉദ്യോഗസ്ഥരായിരുന്നു. അവർ നടപ്പിലാക്കാത്ത ഒരു കാര്യത്തിന് അന്നത്തെ മേയറായിരുന്നു തനിക്കെതിരെ വ്യക്തിപരമായി LDF നീങ്ങുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ശരിക്കും ഇതിൽ ആരാണ് കുറ്റക്കാർ എന്ന് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസിന്റെയും ആവശ്യം. ഇത് പരിഗണിച്ചാൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. അതേസമയം പിന്നീട് വന്ന ഭരണസമിതിയും LDFന്റെ ഭരണസമിതിയാണ് പിന്നീട് വരുന്നത്. അവർ എന്തുകൊണ്ട് ഈ തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള വലിയൊരു ആരോപണവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇതിന്മേൽ 2 മണിക്കൂറിലധികം എടുത്ത ചർച്ച നടക്കുകയാണ്. ഇതിൽ സംബന്ധിച്ചുള്ള തീരുമാനം ഇത് അന്വേഷണത്തിന് വിടാൻ ഭരണപക്ഷവും സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഇതാരാണ് ഇതിനെ യഥാർത്ഥ ഉത്തരവാദി എന്ന് അന്വേഷിച്ച് തന്നെ കണ്ടെത്തട്ടെ എന്ന് അതിനെ സ്വാഗതം ചെയ്യുക കൂടി ഭരണപക്ഷം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഭരണപക്ഷത്തിന്റെ നിലപാട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ്. അത് ജനങ്ങൾക്ക് ബാധ്യത വരുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ട് പ്രതിപക്ഷം അതിനെ എതിർക്കുന്നു. ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ അജണ്ടയിന്മേലുള്ള ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല. ഉച്ചഭക്ഷണത്തിനായി യോഗം പിരിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം മേയർ എന്തെടുക്കുന്നു എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. ശരി, അഭിജിത്ത് വിവരങ്ങൾ നൽകിയതിന്. ഏതായാലും കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോർപ്പറേഷൻ നടപ്പാക്കിയ വസ്തുനികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയാണ് ചൂടേറിയ ചർച്ചയ്ക്ക് വേദിയായത്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിച്ച് വസ്തുനികുതി നിരക്ക് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പത്രപരസ്യം ചെയ്യുന്ന വിഷയമാണ് പ്രധാനമായും അജണ്ടയായി എത്തിയത്. ഈ ഹൈക്കോടതി വിധി കോർപ്പറേഷൻ ഭരണത്തിനുണ്ടായ തിരിച്ചടിയാണെന്നും 250 കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഇടതു ഭരണത്തിനാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറയുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടി കൗൺസിൽ യോഗം പിരിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ഈ വിഷയത്തിന്മേൽ ചർച്ചയും നടപടിയും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിജിത്ത് തലച്ചിറയാണ് വിവരങ്ങൾ നൽകിയത്. ദയവ് ചെയ്ത് ഈ കൗൺസിൽ ഐക്യകണ്ഠമായി തീരുമാനമെടുക്കണം. സുപ്രീം കോടതിയിൽ പോകാൻ അനുവദിക്കില്ല. സുപ്രീം കോടതിയിൽ നിങ്ങൾ പോകില്ല എന്ന് തീരുമാനം ആദ്യമായി എടുക്കണം. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെയും മറ്റു വിധികളും പൊതുവിധികളും ഈ കൗൺസിൽ അംഗീകരിക്കണം. ഞാൻ മേയറുടെ കുറിപ്പില് വെല്ലുവിളിക്കുന്നു. ഉത്തരവാദിത്തം എന്റെയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകരുത്. ജനങ്ങൾ ചേലക്കരയിൽ ഓടുന്ന ബസ്സിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്ക്. പൈങ്കുളം തേരുംകാട്ടിൽ വീട്ടിൽ സുശീലയ്ക്കാണ് ബസ്സിൽ നിന്ന് വീണ പരിക്കേറ്റത്. സുശീലയുടെ വലത് കൈ ഒടിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ ചേലക്കര റൂട്ടിലോടുന്ന മുതലാഞ്ചിറ എന്ന ബസ്സിൽ നിന്നാണ് വീണത്. രാജു വിവരങ്ങളുമായി ചേരുന്നു. രാജു, എങ്ങനെയായിരുന്നു അപകടം? നിലവിൽ എങ്ങനെയാണ് സുശീലയുടെ ആരോഗ്യനില? ഇന്ന് കാലത്ത് 10 മണിയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് ഫ്രണ്ട് ഡോറിലൂടെ തെറിച്ചു വീഴുകയായിരുന്നു. അവരെ കയ്യിന് പരിക്ക് പറ്റിയിരുന്നു. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കയ്യിന് പൊട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സകൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നൽകിയതിന് ചേലക്കരയിൽ ഓടുന്ന ബസ്സിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്കേറ്റിരിക്കുന്നു. പൈങ്കുളം സ്വദേശി തേരുംകാട്ടിൽ വീട്ടിൽ സുശീലയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് രാജു നൽകിയത്. തിരുവല്ലാമല പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ സിഗ്നൽ ലൈറ്റുകളും മുൻകരുതൽ ബോർഡുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം. സ്ഥിരം അപകട മേഖലയായി ഇവിടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് വാഹനയാത്രികർ രക്ഷപ്പെടുന്നത്. റോഡ് വികസനം നടന്നിടത്ത് പ്രധാന പാതയിലേക്ക് ആലത്തൂർ പഴമ്പാലക്കോടിലൂടെ കടന്നുവരുന്ന വാഹനയാത്രികർ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നു. തലനാരിഴയ്ക്കാണ് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാതെ കടന്നുപോകുന്നത്. തിരുവല്ലാമല തൃശൂർ റൂട്ടിലെ പ്രധാന പാതയും ആലത്തൂർ പാതയും കൂടിച്ചേരുന്ന ഇവിടെ കൂടുതൽ സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൂട്ടുപാതയിലേക്ക് എത്തുന്നിടത്ത് വേഗത നിയന്ത്രിക്കാനുള്ള മുൻകരുതൽ ബോർഡുകളും സിഗ്നൽ ലൈറ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തണമെന്ന് യാത്രക്കാരും ആവശ്യപ്പെട്ടു. മദ്യലഹരിയിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം പനപ്പറമ്പ് സ്വദേശി കിഴക്കിടത്ത് വീട്ടിൽ സതീഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 25-നായിരുന്നു സഹോദരന്റെ ഭാര്യയെ മദ്യലഹരിയിൽ അരിവാളുകൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ലഹരിക്ക് അടിമപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലെ പ്രതിയാണ് സതീഷ്. കയ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ TP അഭിലാഷ്, CPOമാരെ മുഹമ്മദ് ഫറൂഖ്, റഹീം എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
അകമല കൂഴിയോട് കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയ വിഷയം സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടണമെന്നും വാച്ചർമാരെ കൂടുതൽ നിയമിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്ത് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നമ്മുടെ ഗോവിന്ദൻകുട്ടിയേട്ടൻ്റെ പുരയിടത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് വിശദമായി ഇവിടെ കാട്ടാനകളുടെ ശല്യവും അതുപോലെ തന്നെ നിലവിലുള്ള നമ്മുടെ ഫോറസ്റ്റ് സംവിധാനത്തിൻ്റെ സ്റ്റാഫിൻ്റെ ഒക്കെ തന്നെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും അത് നിലനിർത്തുകയും വേണം എന്ന നിർദ്ദേശം കൂടി അതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. വാച്ചർമാരെയും കൂടുതലായി നിയമിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. RRT വേലൂർ പഞ്ചായത്തിലെ 13ാം വാർഡിനെ സമ്പൂർണ്ണ കുടിവെള്ള വാർഡായി പ്രഖ്യാപിച്ചു. വെള്ളാറ്റഞ്ഞു ഹരിജൻ കുടിവെള്ള പദ്ധതി ടാങ്കിന്റെ ഉദ്ഘാടനവും നടന്നു. ASC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാങ്ക് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം നൽകിയ ചിറ്റിലപ്പള്ളി ജോബിനെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, പദ്ധതി കൺവീനർ MC മാത്യൂസ്, അമല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി, ചൊവ്വന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV നൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജോയിയെയും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിന് നേതൃത്വം കൊടുത്ത മറ്റ് പഞ്ചായത്ത് അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. സംസ്ഥാന സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി മണ്ഡലങ്ങളിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് അറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. തൃശൂർ ജില്ലയിലെ മുഴുവൻ MLAമാരെയും ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് ET ടൈസൺ MLA വിശദീകരിച്ചു. മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങളും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളും വിശദമായി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അമ്പലപുരം ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ 10 ദിവസങ്ങളായി നടത്തിയ ഔഷധ കഞ്ഞി വിതരണം സമാപിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മികവിന് മുല്ലയ്ക്കൽ ധന്യ മുരളീധരനെയും പുളിക്കൽ കാവേരി രാമകൃഷ്ണനെയും പാലിയേറ്റീവ് പരിചരണത്തിൽ നഴ്സ് പ്രിയയെയും ആദരിച്ചു. ജനകീയ ആരോഗ്യ സമിതി പ്രസിഡന്റ് MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്, കുറാഞ്ചേരി മഹൽ ഖത്തീബ് അബ്ദുൾ നാസർ സക്കാഫി, കുറ്റിയങ്കാവ് ക്ഷേത്രം മേൽശാന്തി ലക്ഷ്മി നാരായണൻ, സമിതി ട്രഷറർ K രാജേന്ദ്രൻ, ജോയിന്റ് കൺവീനർ MR അജിത് കിഷോർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടിയും അരങ്ങേറി. കുഴഞ്ഞു വീണ ബോധരഹിതനായ വിദ്യാർത്ഥിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞ ബസ് ജീവനക്കാർ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്ന മിഷാൽ ബസ് മാളപ്പള്ളിക്ക് സമീപം എത്തിയപ്പോഴാണ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണത്. അഷ്ടമിച്ചിറയിൽ നിന്ന് ബസ്സിൽ കയറിയ വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുന്നത് കണ്ട് മറ്റു യാത്രക്കാർ കണ്ടക്ടർ MV വിപിനെ വിവരമറിയിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗത്തു നിന്ന് വേഗത്തിലെത്തിയ വിപിൻ ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ മുഖത്ത് വെള്ളം തളിച്ചു. എന്നിട്ടും ബോധരഹിതനായി കിടന്നപ്പോൾ ഡ്രൈവർ EN വിനോദിനോട് ബസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിലേക്ക് ബസ് പാഞ്ഞു. വിദ്യാർത്ഥിയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 1 മണിക്കൂറിന് ശേഷം കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് വിടുതൽ ചെയ്തു. TCV മാള. പാവറട്ടി വടക്കേ കോഞ്ചിറ കൊൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. കാർഷിക സംസ്കൃതിയെയും പരമ്പരാഗത കാർഷിക ആചാരങ്ങളെയും തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്.
കോഞ്ചിറമുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനമാവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിലും ഇരുമ്പ്രനെല്ലൂർ ശ്രീ കാർത്തിയാനി ക്ഷേത്രത്തിലും പ്രാർത്ഥനകൾ നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പൊഴുതുമട്ടത്തിനെത്തിയത്. പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളം കുറ്റിയടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറകെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക. ഈ ചടങ്ങാണ് പൊഴുതുമാട്ടം. വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന പൊഴുതുമാട്ടം പടവ് കമ്മിറ്റി പ്രസിഡന്റ് ടി.വി. ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ വി.എ. ഹാരിസ് ഹാജി, പി.എം. കുഞ്ഞിബാബു ഹാജി, ബിജോയ് പെരുമാട്ടിൽ, എ.ആർ. രവീന്ദ്രൻ, വി.എ. ശൈല, ടി.എ. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊഴുതുമാട്ടത്തെ തുടർന്ന് പടവിലേക്കുള്ള കളകളെല്ലാം അടച്ചു. എഞ്ചിൻ പുരയിൽ മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തന സജ്ജമാക്കി. ആഗസ്റ്റ് 1 വെള്ളം വറ്റിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് കളകൾ നീക്കി യന്ത്രസഹായത്തോടെ നിലം നിരത്തി ഓണത്തിന് ശേഷം വിത നടത്തും. 310 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഇത്തവണ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും നൂറുമേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാകുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ലോ കോളേജിലെ അനുഷ റോബിയെ തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, DCC ജനറൽ സെക്രട്ടറി KK ബാബു, ബൈജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം നടന്നു. ബുധനാഴ്ച നടക്കുന്ന ഇല്ലം നിറയ്ക്ക് ആവശ്യമായ നെൽക്കറ്റകളാണ് കൊയ്തെടുത്തത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊട്ടിലാക്കൽ പറമ്പിൽ കൃഷി ചെയ്യുന്ന നെൽക്കറ്റകളാണ് ഇല്ലം നിറയ്ക്ക് ഉപയോഗിക്കുന്നത്. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആടിക്കളിക്കണ്ട പൊങ്കാലേ, ആടിക്കളിക്കണ്ട പൊങ്കാലേ, പൊങ്കാള പൊങ്കാള ഇത് ശങ്കരദേവന്റെ പൊങ്കാള, പൊങ്കാള പൊങ്കാള. തെക്കങ്കര പഞ്ചായത്തിൽ 15-ാം വാർഡിൽ കുറുന്തോട്ടി തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. തരിശുഭൂമിയായ 1.5 ഏക്കറിലാണ് കുറുന്തോട്ടി തൈകൾ നടുന്നത്. വാർഡംഗം VS ഷാജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശീതൾ ചാക്കോ, സാലി വർഗീസ്, CV ഗ്രീഷ്മ, സിന്ധു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര കോട്ടപ്പുറം ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റ് 7ാം വാർഷികം എഴുത്തുകാരി സജ്ന ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ SSLC +2 വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ KN നിഷാദ് അധ്യക്ഷനായി. പ്യാരിലാൽ, സതീശൻ കാട്ടിലകത്ത്, PS മുനീർ, TM ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന OS സത്യനെ അനുസ്മരിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുനിൽ P ഇളയിടം സത്യൻ സ്മാരക പ്രഭാഷണം നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജനറൽ കൺവീനർ PB സജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം GC രഘുനാഥ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ പുസ്തക കൈനീട്ടം പദ്ധതിക്ക് തുടക്കമായി. സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ ദേവസൂര്യയുടെ പുസ്തകശേഖരത്തിലേക്ക് സമർപ്പിക്കുന്ന പദ്ധതിയാണ് പുസ്തക കൈനീട്ടം. TM ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ദേശമംഗലം, കമാൽ CA, റെജി വിളക്കാട്ടുപാടം, അരുൺ C നമ്പ്യാർ, റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഡ്രോയിംഗ് തയ്യാറാക്കാൻ റെയിൽവേയുടെ ക്ലിയറൻസ് ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവും ധാരണാപത്രം ഒപ്പുവയ്ക്കും. പദ്ധതി പ്രദേശത്ത് മണ്ണ് പരിശോധന ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ തടങ്കലിലാക്കിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാരും ബിജെപി പ്രതിനിധി അനൂപ് ആന്റണിയും ഛത്തീസ്ഗഡിൽ. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നിന്ന് പ്രതിഷേധ റാലി. തൃശൂർ കോർപ്പറേഷനിലെ നികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ വാദപ്രതിവാദം. കോർപ്പറേഷൻ ഭരണസമിതി തന്നെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പാലൻ. ചേലക്കരയിൽ ഓടുന്ന ബസ്സിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്ക്. പൈങ്കുളം സ്വദേശിനി സുശീലയാണ് ബസ്സിൽ നിന്ന് വീണ പരിക്കേറ്റത്. സ്ഥിരം അപകട മേഖലയായി പഴമ്പാലക്കോട് കൂട്ടുപാത ജംഗ്ഷൻ. കൂടുതൽ സിഗ്നൽ ലൈറ്റുകളും മുൻകരുതൽ ബോർഡുകളും സ്ഥാപിക്കണമെന്ന് ആവശ്യം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.